الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قل إنني هداني ربي إلى صراط مستقيم دينا قيما ملة إبراهيم حنيفا وما كان من المشركين സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ സഹോദരി സഹോദരന്മാരെ, സർവശക്തനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും കഴിവിൻ്റെ പരമാവധി പാലിച്ച് അള്ളാഹുവിനെ ഓർത്ത് തഖ്വയോടുകൂടി ജീവിക്കണമെന്ന് ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ദുൽഹജ്ജ് മാസത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. ഹജ്ജുമായും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ഖുത്ബകളിൽ ഒരുപക്ഷെ നമ്മൾ കേട്ടിരിക്കാം. ഏതായിരുന്നാലും ഹജ്ജിനോടനുബന്ധിച്ചുള്ള ഈ ഒരു പ്രത്യേക സമയങ്ങളിലാണ് കാര്യമായി നമ്മൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയെയും അതേപോലെ തന്നെ ഹജ്ജുമായി ബന്ധപ്പെട്ട ഓർമ്മകളും അതുമായി ബന്ധപ്പെട്ട നമ്മൾ മനസ്സിലാക്കേണ്ടതും നമ്മൾ ഓർത്തിരിക്കേണ്ടതുമായ ചില കാര്യങ്ങളൊക്കെ സാന്ദർഭികമായി നമ്മൾ ഓർക്കൽ ഇതുപോലെയുള്ള സന്ദർഭങ്ങളിലാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ സംബന്ധിച്ച് ഇബ്രാഹിം നബിയുടെ ജനനം മുതൽ പ്രബോധന കാലഘട്ടവും ഇബ്രാഹിം നബിയുടെ ജീവിതവും മക്കയുടെ കഅബയുടെ പുനരുദ്ധാരണവും ഇസ്മായിൽ നബിയെ അറക്കാൻ കൊണ്ടുപോയതും പോലുള്ള സംഭവങ്ങളും കഥകളൊക്കെ നമ്മൾ കാലങ്ങളായിട്ട് ഇങ്ങനെ പല സന്ദർഭങ്ങളിൽ നമ്മൾ കേട്ട് നമുക്കൊക്കെ പരിചയമുള്ള കഥകളാണ്. അപ്പം അത്തരം കഥകൾ പറയുകയല്ല ഉദ്ദേശിക്കുന്നത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമുമായി ബന്ധപ്പെട്ട രണ്ട് കാര്യങ്ങൾ ഇന്നത്തെ ഖുതുബയിൽ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. ഒരു മുസ്ലിമായൊരു മനുഷ്യന് അന അല മില്ലത്തി ഇബ്രാഹിം എന്ന് പറഞ്ഞു വിചാരിക്കുക. അന അല മില്ലത്തി ഇബ്രാഹിം, ഞാൻ ഇബ്രാഹിമി മില്ലത്തിലാണ് ഉള്ളത്, ഇബ്രാഹിമിന്റെ മില്ലത്തിലാണ് ഞാൻ ഉള്ളത്, ഇബ്രാഹിം നബിയുടെ മാർഗത്തിലാണ് ഞാൻ ഉള്ളത് എന്നൊരാൾ, ഒരു മുസ്ലിമായൊരു മനുഷ്യൻ പറഞ്ഞാൽ ഹുവ മിൻ ഉസൂലി ദീനിൽ ഇസ്ലാം, അത് ആ പറച്ചിൽ യഥാർത്ഥത്തിൽ ദീനുൽ ഇസ്ലാമിന്റെ അസിലാണ്, ഇസ്ലാമിന്റെ അടിത്തറയിൽപ്പെട്ട ഒരു സംഗതിയാണ്. ഒരു മുസ്ലിമിന്റെ വിശ്വാസവും അവന്റെ അഖീദയിലും പെട്ട ഒരു കാര്യമാണ് അനം അല മില്ലത്തി ഇബ്രാഹിം, ഞാൻ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മില്ലത്ത് അനുസരിച്ച് ജീവിക്കുന്ന ആളാണ് എന്നത്. അപ്പൊ നമ്മൾ ഈമാൻ കാര്യങ്ങൾ ഇങ്ങനെ എണ്ണി പറയാറുണ്ട്. അതിലൊന്നാണ് അംബിയാ മുർസലീങ്ങളിലുള്ള വിശ്വാസം എന്നുള്ളത്. അംബിയാ മുർസലീങ്ങളിലുള്ള വിശ്വാസം എന്നുള്ളത് 1,20,000 പരം പ്രവാചകന്മാർ ഇവിടെ വന്നിട്ടുണ്ട്. അതിൽ 25 ആൾക്കാരെ കഥകളും സംഭവങ്ങളൊക്കെ വിശുദ്ധ ഖുർആനിൽ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്.
അവരുടെ പേരുകളൊക്കെ നമ്മൾ ചൊല്ലിപ്പഠിച്ച് പാട്ടുപോലെ മദ്രസ എന്നൊക്കെ പഠിച്ചു പോയി. ഇങ്ങനെ അമ്പിയാ മുർസലീങ്ങളെ പറ്റിയുള്ള വിശ്വാസം മാത്രം പോരാ. ഓരോ പ്രവാചകന്മാരെ സംബന്ധിച്ചും നമ്മൾ കൃത്യമായി പഠിക്കുകയും മനസ്സിലാക്കുകയും ആ ഓരോ പ്രവാചകനെയും പ്രത്യേകമായി എടുത്തു പറഞ്ഞ ചില സംഗതികളുണ്ടെങ്കിൽ അത് ആഴത്തിൽ ഗ്രഹിക്കുകയും ചെയ്ത് അതനുസരിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മളെ ഈമാൻ കാര്യത്തിൽ അമ്പിയാ മുർസലീങ്ങളിലുള്ള അല്ലെങ്കിൽ പ്രവാചകന്മാരിലുള്ള വിശ്വാസം അത് പൂർണ്ണമാവുകയുള്ളൂ. കുറേ പ്രവാചകന്മാരുണ്ട് എന്ന് വിശ്വസിച്ചാൽ മാത്രം പോരാ. അപ്പോൾ പ്രവാചകന്മാരെ പറ്റി നമ്മൾ പഠിക്കുമ്പോൾ, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പറ്റി നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ ഉൾക്കൊള്ളേണ്ടതും നമ്മൾ ബോധ്യപ്പെടേണ്ടതും നമ്മളെ ജീവിതത്തിൽ നമ്മളെ വിശ്വാസത്തിൻ്റെ ഭാഗമായി പ്രവാചകന്മാരുടെ വിശ്വാസത്തിൽപ്പെട്ടതുമായൊരു സംഗതിയാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മില്ലത്തനുസരിച്ചാണ് ഞാൻ ജീവിക്കുന്നത് എന്ന്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ സൂറത്തു ആലിമ്രാന്റെ തുടക്കത്തിൽ തന്നെ ആ കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. വമൻ യർഗബു അൻ മില്ലത്തി ഇബ്രാഹിമ ഇല്ലാ മൻ സഫിഹ നഫ്സ. അള്ളാന്റെ ചോദ്യമാണ്, സ്വന്തത്തെ വിഡ്ഢിയാക്കിയവനല്ലാതെ ആരാണ് ഇബ്രാഹിം നബിയുടെ മില്ലത്തിനെ അവഗണിക്കുക? ഇബ്രാഹിം നബി പഠിപ്പിച്ചെന്ന മാർഗത്തെയും ഇബ്രാഹിം നബിയുടെ മില്ലത്തിനെയും വേണ്ടാന്ന് വെക്കുക വിഡ്ഢികളല്ലാതെ മറ്റാരാണ് എന്നൊരു ചോദ്യം അള്ളാഹ് നമ്മളോട് ചോദിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ബുദ്ധിമാന്മാരാണെങ്കിലും ദീനുൽ ഇസ്ലാം അനുസരിച്ച് നമ്മളെ മതം പൂർത്തിയായി നമ്മളെ ഈമാൻ കാര്യം പൂർത്തിയാകണമെങ്കിലും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മില്ലത്ത് നമ്മൾ ജീവിതത്തിൽ പാലിച്ച് പുലർത്തി മുന്നോട്ട് പോകണം എന്ന് ഖുർആൻ പറയുന്നു. എന്നിട്ട് പറഞ്ഞു, വലഖദ് ഇസ്തഫൈനാഹു ഫിദ്ദുനിയ. നാം ആ ഇബ്രാഹിം നബിയെ മുഹമ്മദ് മുസ്തഫ എന്ന് നമ്മൾ പറയാറുണ്ട്. ഇസ്തഫ മുസ്തഫ എന്നൊക്കെ പറഞ്ഞാൽ പ്രത്യേകമായി തെരഞ്ഞെടുത്ത ആളെന്നാണ്. മുഹമ്മദ് മുസ്തഫ എന്ന് പറഞ്ഞാൽ പ്രത്യേകമായി തെരഞ്ഞെടുത്ത ആളെന്നാണ്. വലഖദ് ഇസ്തഫൈനാഹു, നാം ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ പ്രത്യേകമായി തെരഞ്ഞെടുത്ത ഒരു പ്രവാചകനാണ്. ഫിദ്ദുനിയ, ദുനിയാവിലേക്ക്. വഇന്നഹു ഫിൽ ആഖിറതി ലമിനസ് സ്വാലിഹീൻ. എന്നാൽ ആഖിറത്തിലെത്തിയാൽ ഇബ്രാഹിം നബിക്ക് അള്ളാഹു പ്രത്യേകമായ സ്ഥാനം നൽകിയിട്ടുണ്ട്. സ്വാലിഹീങ്ങൾ എന്ന് പറഞ്ഞിട്ട് പ്രത്യേകമായൊരു ഗ്രേഡ് ഉണ്ട്. ആ ഗ്രേഡും സ്വർഗവും അള്ളാഹു ഉന്നതമായ സ്ഥാനം നൽകി നാം ആ പ്രവാചകനെ അനുഗ്രഹിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. എന്തിനാണ് ഇബ്രാഹിം നബിന്റെ മില്ലത്ത് നിങ്ങൾ പിൻപറ്റണം എന്ന് നമ്മളോട് പറയാൻ കാരണം? ഞാൻ പറഞ്ഞ രണ്ട് കാര്യങ്ങളാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമുമായി ബന്ധപ്പെട്ട് ഇന്ന് നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. അതിലൊന്ന് ഇതാണ്, ഇത് ഖാല ലഹു റബ്ബുഹു അസ്ലിം. ഇബ്രാഹിം നബിന്റെ മില്ലത്ത് നിങ്ങൾ പിൻപറ്റണം. ഇബ്രാഹിം നബി ജീവിതത്തിൽ പാലിച്ച ചില മര്യാദകളും ചില അദബുകളും ഒക്കെ ഉണ്ട്. അത് അതേപോലെ നിങ്ങളും പിന്തുടരണം, എങ്കിലേ നിങ്ങളുടെ ഈമാൻ പൂർത്തിയാവുള്ളൂ എന്ന് പറഞ്ഞതിൽ ഒന്നാമത്തെ കാര്യം ഇത് ഖാല ലഹു റബ്ബുഹു അസ്ലിം. അദ്ദേഹത്തോട് അദ്ദേഹത്തിന്റെ റബ്ബ് പറഞ്ഞു, അസ്ലിം, ഞാൻ പറഞ്ഞ ഈ ഒരു വിശ്വാസവും ഈ ആദർശവും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നീ പൂർണ്ണമായും അപ്പടി തന്നെ ഉൾക്കൊണ്ട് അംഗീകരിച്ച് കീഴൊതുങ്ങി ഞാൻ പറഞ്ഞതിനനുസരിച്ച് ജീവിക്കണം. അസ്ലിം എന്ന് പറഞ്ഞാൽ നീ മുസ്ലിം ആകണം എന്നാണ്. മുസ്ലിം ആകാന്ന് പറഞ്ഞാൽ അള്ള പഠിപ്പിച്ചതും അള്ള പറഞ്ഞതും അള്ള ഇവിടെ പരിചയപ്പെടുത്തി തന്നതുമായ എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അത് തീർത്തും ഉൾക്കൊണ്ട് അത് മനസ്സാ വാച കർമ്മണ, അതിൻ്റെ അപ്പുറവും ഇപ്പുറവും ചിന്തിക്കാതെ വേറൊന്നും ആലോചിക്കാതെ അത് തീർത്തും ഉൾക്കൊള്ളുകയും അംഗീകരിക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്ന മനുഷ്യനാകണം എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പൊ ഇബ്രാഹിം നബി എന്തു പറഞ്ഞു? ഖാല അസ്ലംതു ലിറബ്ബിൽ ആലമീൻ. റബ്ബുൽ ആലമീനായ അള്ളാഹു പറഞ്ഞ സംഗതി ഞാൻ തീർത്തും സ്വീകരിച്ചിരിക്കുന്നു, ഞാൻ അതിന് വണങ്ങിയിരിക്കുന്നു, ഞാൻ അത് പൂർണ്ണമായി അംഗീകരിച്ചിരിക്കുന്നു എന്ന് ഇബ്രാഹിം നബി പറഞ്ഞു എന്നാണ്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹ് പറഞ്ഞൊരു സംഗതിയാണോ അത് ഞാൻ തീർത്തും ഉൾക്കൊണ്ടോളണം, അത് ഞാൻ തീർത്തും അംഗീകരിച്ചോളണം. വിശുദ്ധ ഖുർആൻ അള്ളാഹുവിൻ്റെതാണെന്ന് എനിക്ക് 100% ഉറപ്പാണ്. അള്ളാഹുവിൻ്റെ കലാമാണ് വിശുദ്ധ ഖുർആൻ എന്നുള്ളതിൽ എനിക്ക് യാതൊരു സംശയമില്ല. എന്നാ പിന്നെ അള്ളാഹ് എന്നോട് പറഞ്ഞു തന്ന ആ ഖുർആനിലുള്ള എല്ലാ കാര്യവും അത് അപ്പടി അംഗീകരിക്കുക എന്നുള്ളതാണ്. അതിനെ ചോദ്യം ചെയ്യാനോ അതെന്താ അങ്ങനെയെന്നുള്ളതോ അതൊക്കെ കൂടി ഒന്നും ഇപ്പം സ്വീകരിക്കാൻ കഴിയില്ല എന്നുള്ളതോ ഇപ്പോഴത്തെ കാലഘട്ടത്തിലേക്ക് അതൊന്നും പറ്റിയതല്ല. അതൊക്കെ ആ നാട്ടിലേക്കും ആ കാലഘട്ടത്തിലേക്കൊക്കെ യോജിച്ചതാണ്. ഇപ്പം അതെല്ലാം കൂടി ഒന്നും ഇപ്പം ഇവിടെ പ്രായോഗികമല്ല. അതല്ലെങ്കിൽ മറ്റു ചില വിഷയങ്ങളിൽ അതൊക്കെ കൂടി ഒന്ന് നോക്കിയാൽ ഇവിടെ ജീവിക്കാൻ കഴിയില്ല എന്ന ഒരു വാക്ക് യഥാർത്ഥത്തിൽ ഉണ്ടാകാൻ പാടില്ല എന്നാണ് ഇബ്രാഹിം നബിയുടെ മില്ലത്തിൽ നിന്ന് നമ്മളെ പഠിപ്പിച്ചു തരുന്നത്. അതുകൊണ്ടാണ് ഇത് ഖാല ലഹു റബ്ബുഹു അസ്ലിം. തൻ്റെ റബ്ബ് ഈ അത് ഉൾക്കൊള്ളോളം, അത് സ്വീകരിച്ചോളണം എന്ന് പറഞ്ഞാൽ
അസ്ലംതു ലി റബ്ബിൽ ആലമീൻ, റബ്ബുൽ ആലമീനായ അള്ളാഹു പറഞ്ഞതുകൊണ്ട് ഞാൻ അത് സ്വീകരിച്ചിരിക്കുന്നു എന്നാണ്. അപ്പൊ നമ്മളെ മക്കളാണെങ്കിലും ചെറുപ്പക്കാരാണെങ്കിലും യുവാക്കളാണെങ്കിലും ആരാണെങ്കിലും ശരി, ദീനുൽ ഇസ്ലാമിൽ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും അതപ്പടി സ്വീകരിക്കുകയും അതപ്പടി ഉൾക്കൊള്ളുകയും അതെല്ലാം എൻ്റെ ജീവിതത്തിൽ എനിക്ക് ബാധകമാണെന്ന് തീരുമാനിക്കുകയും അങ്ങനെ ഉൾക്കൊള്ളുകയും ചെയ്തൊരു മനുഷ്യനാണ് ഇബ്രാഹിമി മില്ലത്ത് പിൻപറ്റിയ ആൾക്കാർ. നമ്മൾ പെരുന്നാൾ ആഘോഷിക്കാൻ പോവുകയാണ്. കുറേ ആൾക്കാർ നാട്ടിൽ നിന്ന് നമ്മളെ കുടുംബക്കാരും അയൽവാസികളും ബന്ധപ്പെട്ടവരും ഹജ്ജിന് പോയി അവര് ഹജ്ജിന്റെ കർമ്മങ്ങൾക്ക് വേണ്ടി പ്രതീക്ഷിച്ചിരിക്കുകയാണ്. ഉംറ നിർവഹിച്ച് ഇനി അവർ ദുൽഹജ്ജ് 8 വേണ്ടി ഇങ്ങനെ മിനയിലേക്ക് പോകാൻ, ഇഹ്റാമിൽ പ്രവേശിച്ച് മിനയിലേക്ക് പോകാൻ വേണ്ടി അവരിങ്ങനെ കാത്തിരിക്കുകയാണ്. ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇബ്രാഹിം നബി പറഞ്ഞത് എന്താണോ അത് തീർത്തും ഞാൻ സ്വീകരിക്കുന്നു എന്ന് നമ്മൾ ബോധ്യപ്പെടണമെങ്കിൽ അള്ളാഹ് പറഞ്ഞ ഓരോ കാര്യങ്ങളും നമ്മൾ സ്വീകരിക്കുക. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം നോക്കൂ നിങ്ങൾ. വവസ്സാ ബിഹാ ഇബ്രാഹിമു ബനീഹി വയഖൂബ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ മക്കളെ വിളിച്ച് ഉപദേശിച്ച വസിയത്ത്. അപ്പൊ ഇബ്രാഹിം നബിയുടെ മില്ലത്ത് ഞാൻ ജീവിതത്തിൽ പകർത്തുക എന്ന് പറഞ്ഞ രണ്ടാമത്തെ കാര്യം, ഇബ്രാഹിം നബി ഒരു പിതാവായിരുന്നു. ഒരു പിതാവ് എന്ന നിലയ്ക്ക് ഇബ്രാഹിം നബി നിർവഹിച്ച, മക്കളോട് നിർവഹിച്ച ചില കടമകളും ബാധ്യതകളും ഓരോ ഉപ്പമാർക്കും ഓരോ ഉമ്മമാർക്കും അതിൽ മാതൃകയുണ്ട്. ഇബ്രാഹിം നബിന്റെ മില്ലത്തിലുള്ള മാതൃക ഒരു പിതാവ് എന്ന നിലക്ക് എനിക്ക് ഇബ്രാഹിം നബിയിൽ നിന്ന് മാതൃകയുണ്ട്. അത് ഞാൻ അപ്പടി പിൻപറ്റേണ്ടതുണ്ട്. ഇബ്രാഹിം നബിയുടെ മക്കളോട് ഇബ്രാഹിം നബി പറഞ്ഞു, മക്കൾ അത് സ്വീകരിച്ചു. മക്കൾക്കും ഇബ്രാഹിം നബിയിൽ മാതൃകയുണ്ട്. അപ്പോ ഈ സദസ്സിൽ ഉമ്മമാരും ഉപ്പമാരും മക്കളുണ്ട്. എല്ലാവരും മാതാപിതാക്കളോ മക്കളോ ആരെങ്കിലും ഒക്കെയാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ചില ബാധ്യതകളുണ്ട്. അതാണ് രണ്ടാമത്തെ ബാധ്യത. എന്താ ഇബ്രാഹിം നബി പറഞ്ഞത്? വവസ്വാ ബിഹാ ഇബ്രാഹിം റബ്ബി ബനീഹി വയാഖൂബ്. ഇബ്രാഹിം നബിയും യാക്കൂബ് നബിയും തൻ്റെ മക്കളെ വിളിച്ചിട്ട് പറഞ്ഞു. എന്താ വിളിച്ചു പറഞ്ഞത് മക്കളോട്? യാ ബനിയ, മക്കളെ, ഇന്നല്ലാഹ അസ്തഫാ ലക്കുമുദ്ദീൻ, അല്ലാഹു നിങ്ങൾക്ക് നിശ്ചയിച്ചു തന്ന വിശ്വാസം, നിങ്ങളുടെ ആദർശം, നിങ്ങളുടെ മതം നിങ്ങൾക്ക് ദീനായി നിശ്ചയിച്ചു തന്നിരിക്കുന്നത് ഈ ദീനുൽ ഇസ്ലാമാണ്. ഇതനുസരിച്ച് നിങ്ങൾ ജീവിക്കാൻ പാടുള്ളൂ. വേറെ ഏതെങ്കിലും ഒരു വിശ്വാസമോ വേറെ ഏതെങ്കിലും ഒരു പ്രമാണമോ വേറെ ഏതെങ്കിലും ഒരു ആദർശമോ വേറെ ഏതെങ്കിലും ഒരു സംസ്കാരമോ മക്കളെ നിങ്ങൾക്ക് അള്ളാഹു നിശ്ചയിച്ചു തന്നിട്ടില്ല. ഇബ്രാഹിം നബിയുടെ മക്കളോട് പറയുന്ന ഉപദേശം. എൻ്റെ പ്രിയമുള്ള മക്കളെ, ഈ സദസ്സിൽ ഈ പള്ളിയിൽ ഖുത്ബ കേൾക്കുന്ന മക്കൾ, കുറെ ചെറുപ്പക്കാരും മക്കളുണ്ട്, ഇവിടെ കുറെ ഉപ്പമാര് വാപ്പമാരുണ്ട്. അപ്പൊ ഇബ്രാഹിം നബി തൻ്റെ മക്കളോട് പറഞ്ഞ സന്ദേശം, ഒരു ഉപ്പ ഒരു പിതാവ് മക്കളെ നിങ്ങളോട് പറയുന്ന സന്ദേശമായി നിങ്ങൾ ഈ വിശുദ്ധ ഖുർആന്റെ വചനത്തെ നിങ്ങൾ ഉൾക്കൊള്ളുകയും സ്വീകരിക്കുകയും ചെയ്യണം. എന്താണ് നിങ്ങളുടെ ഉപ്പമാർക്ക് നിങ്ങളോട് പറയാനുള്ളത്? എന്താണ് നിങ്ങളുടെ മക്കളോട് നിങ്ങളുടെ ഉപ്പമാർക്ക് പറയാനുള്ളത്? ഇന്നല്ലാഹ അസ്തഫാ ലക്കുമുദ്ദീൻ, അല്ലാഹ് നിങ്ങൾക്ക് നിശ്ചയിച്ചു തന്ന, നിങ്ങൾ ജീവിതത്തിൽ ഉൾക്കൊള്ളേണ്ടതും വിശ്വസിക്കേണ്ടതും ജീവിതത്തിൽ പകർത്തേണ്ടതും നിങ്ങൾ ജീവിക്കേണ്ടതും അള്ളാഹുവിൻ്റെ ഈ ദീനാകുന്ന ദീനുൽ ഇസ്ലാം അനുസരിച്ചേ നിങ്ങൾ ജീവിക്കാൻ പാടുള്ളൂ. നാട്ടിൽ പല മതങ്ങളുണ്ട്, പല സംസ്കാരങ്ങളുണ്ട്, പല വിശ്വാസങ്ങളുണ്ട്, പലതും ഇവിടെ പഠിപ്പിക്കപ്പെടുന്നുണ്ട്. പലരും നമുക്ക് നല്ലതാന്ന് തോന്നും, ഇത് വേണ്ടാത്തതാന്ന് തോന്നും. ഇതിൽ കുറച്ച് പ്രയാസങ്ങളുണ്ട്, ഇതിൽ കുറച്ച് റെസ്ട്രിക്ഷൻസുകളുണ്ട്, അതിർവരമ്പുകളുണ്ട്. അത് ചെയ്യാൻ പാടില്ല, ഇത് ചെയ്യാൻ പാടില്ല, ഇങ്ങനെ നടക്കണം, അങ്ങനെ നടക്കണം, ഇങ്ങനെ കുപ്പായിടണം, അങ്ങനെ പാൻറ് ഉടുക്കാൻ പാടില്ല, ഇങ്ങനെ വസ്ത്രം ധരിച്ച് നടക്കണം, ഇങ്ങനെ കുറേ നിയമങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ഇതിലുണ്ട്. വിവാഹത്തിലും വിവാഹ ജീവിതത്തിലും സൗഹൃദങ്ങളിലും പരസ്പരം ആൺകുട്ടികളും പെൺകുട്ടികളും ഇടപഴകുന്നതിലും കോളേജിൽ പോകുമ്പോഴും കോളേജിൽ നിന്ന് വരുമ്പോഴും ജോലി സ്ഥലത്തുനിന്നും വീട്ടിൽ നിന്നും എല്ലാ സ്ഥലത്തുനിന്നും ചില മര്യാദകളും സംസ്കാരങ്ങളും പാലിക്കേണ്ടതുണ്ട്. അത് ഏത് സംസ്കാരമാണ്? അള്ളാഹ് നിങ്ങൾക്ക് കാണിച്ചു തന്ന ദീനുൽ ഇസ്ലാം എന്ന മതത്തിൽ എന്താണോ പറഞ്ഞിരിക്കുന്നത് അതാണ് നിങ്ങൾക്ക് മതമായി നിശ്ചയിച്ചു തന്നത്. അപ്പൊ എല്ലാ ഉപ്പമാർക്കും എല്ലാ മാതാപിതാക്കൾക്കും മക്കളെ നിങ്ങളോട് പറയാനുള്ള വിശുദ്ധ ഖുർആനിന്റെ ഒരു ഉപദേശം, ഇത് ഇബ്രാഹിം നബി മക്കളെ ഉപദേശമാണ്. എന്താണ് ഉപദേശം? മക്കളെ, നിങ്ങൾക്ക് അള്ളാഹ് നിശ്ചയിച്ചെന്ന മതം ഈ മതമാണ്, അതുകൊണ്ട് ഇതനുസരിച്ച് നിങ്ങൾ ജീവിക്കാൻ പാടുള്ളൂ. ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ഒരു വാപ്പ മക്കളോട് പറയാണ്, ഫലാ തമൂതുന്ന, നിങ്ങൾ മരണപ്പെടാൻ പാടില്ല, ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, ഈ മതമനുസരിച്ച് ജീവിച്ച് ഈ വിശ്വാസം അനുസരിച്ച് ജീവിച്ച് മുസ്ലിമായിട്ട് തന്നെ നിങ്ങൾ മരണപ്പെടുകയും ചെയ്യണം. നിങ്ങൾ ഉമ്മയും ബാപ്പയും മുസ്ലിങ്ങളാണ്, നിങ്ങൾ മുസ്ലിങ്ങളായിട്ടാണ് ജനിച്ചത്, നിങ്ങൾക്ക് ഇസ്ലാം എന്താണെന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്,
ഇസ്ലാം എന്താണെന്ന് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നിങ്ങൾ മദ്രസയിൽ പോയിട്ടുണ്ട്, നിങ്ങളെ മാതാപിതാക്കൾ ഇസ്ലാമായി ജീവിക്കുന്നു, നിങ്ങൾ മുസ്ലിങ്ങളായി ജനിച്ചിരിക്കുന്നു. അങ്ങനെ ജനിച്ചതുകൊണ്ട് മാത്രം പോരാ, നിങ്ങൾ ജീവിതത്തിന്റെ അവസാന നിമിഷം വരെ, നിങ്ങളുടെ മരണം വരെ ഫലാ തമൂതുന്ന ഇല്ലാ വ അൻതും മുസ്ലിമൂൻ, മുസ്ലിമായിട്ടല്ലാതെ നിങ്ങൾ മരിക്കരുത് എന്നാണ്. ഇതാണ് ഇബ്രാഹിം നബിയുടെ മില്ലത്ത് എന്ന് പറഞ്ഞാൽ. ഇബ്രാഹിം നബി നമ്മളെ പഠിപ്പിച്ച ഒരു ഉപ്പയാണെങ്കിലും ഉമ്മയാണെങ്കിലും മക്കളാണെങ്കിലും ദീനുൽ ഇസ്ലാം അനുസരിച്ച് നിങ്ങൾ ജീവിക്കാൻ പാടുള്ളൂ. ആ മതം അനുസരിച്ച് തന്നെ ഈമാനോടുകൂടി മരണപ്പെടുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മുസ്ലിമായി ഈമാനുള്ളവനായി നിങ്ങൾ മരിക്കണം, മുസ്ലിമായിട്ടല്ലാതെ നിങ്ങൾ മരിക്കരുത് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചു. ഇതാണ് യഥാർത്ഥത്തിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മാതൃകയിൽ നമുക്ക് പ്രധാനമായിട്ടുള്ള രണ്ട് മാതൃക. ഉബയ്യ് ബിൻ കഅബ് റളിയല്ലാഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ് നമുക്ക് ഇങ്ങനെ വായിക്കാം. കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുഅല്ലിമുനാ ഇദാ അസ്ബഹനാ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഞങ്ങളെ പഠിപ്പിച്ചിരുന്നു എന്നാണ്. നേരം വെളുത്തു കഴിഞ്ഞാൽ, സുബഹി നമസ്കാരം കഴിഞ്ഞ് പ്രഭാതമായി കഴിഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഞങ്ങളെ പഠിപ്പിച്ച ഒരു ദിക്ർ ഉണ്ടായിരുന്നു. ഞങ്ങളെ റസൂലുള്ളാഹി ചൊല്ലിപ്പഠിപ്പിച്ച ഒരു ദുആ ഉണ്ടായിരുന്നു. എന്താണ് ആ ദിക്ർ എന്നറിയോ? അസ്ബഹനാ അലാ ഫിത്രത്തിൽ ഇസ്ലാം വകലിമത്തിൽ ഇഖ്ലാസ് വദീനി നബിയിനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വമില്ലത്തി അബീനാ ഇബ്രാഹീമ ഹനീഫൻ മുസ്ലിമൻ വമാ കാന മിനൽ മുശ്രിക്കീൻ. ഈ പ്രാർത്ഥന എല്ലാ ദിവസവും നേരം വെളുത്താൽ ചൊല്ലാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ പഠിപ്പിക്കാറുണ്ടായിരുന്ന ഒരു ദിക്റായിരുന്നു, ഒരു ദുആ ആയിരുന്നു. രാവിലെയും വൈകുന്നേരവും അദ്കാറു സ്വബാഹി വൽ മസാ, ഒരു സത്യവിശ്വാസി അവന്റെ ജീവിതത്തിൽ നേരം വെളുത്തിട്ടും വൈകുന്നേരവും ചൊല്ലാനുള്ള കുറേ ദിക്റുകൾ, കുറേ ദുആകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ആ പഠിപ്പിച്ച ഒരു ദിക്റിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ പഠിപ്പിച്ചു എന്ന് പറഞ്ഞ് ഉബയ്യ് ബിൻ കഅബ് റളിയല്ലാഹു അൻഹു പറയുന്ന പ്രാർത്ഥന എന്താണ്? അസ്ബഹന അലാ ഫിത്രത്തിൽ ഇസ്ലാം. ഞങ്ങളിതാ അസ്ബഹന, ഞങ്ങൾ നേരം വെളുത്തിരിക്കുന്നു, ഞങ്ങൾക്ക് നേരം വെളുത്തിരിക്കുന്നു. അലാ ഫിത്രത്തിൽ ഇസ്ലാം, ഇസ്ലാമിന്റെ ശുദ്ധമായ പ്രകൃതിയിൽ. ഞങ്ങൾ രാത്രി അള്ളാഹുവിന്റെ നാമം ഉച്ചരിച്ച് ഞങ്ങൾ കിടന്നുറങ്ങിയതാണ്. ഇസ്ലാമിന്റെ ശുദ്ധമായ പ്രകൃതിയിൽ സൂര്യൻ ഉദിക്കുന്നു, ചന്ദ്രൻ അസ്തമിച്ചു പോയി, ഇനി ഇതാ സൂര്യൻ ഉദിച്ചു, പകൽ വെളിച്ചമായി. ഇത് അള്ളാഹുവിന്റെ ഒരു പ്രകൃതിയാണ്. ആ ഫിത്രത്തിൽ ഞങ്ങൾക്കിതാ നേരം വെളുത്തിരിക്കുന്നു. വകലിമത്തിൽ ഇഖ്ലാസ്, വകലിമത്തിൽ ഇഖ്ലാസ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തുൽ ഇഖ്ലാസ് ചൊല്ലി അള്ളാഹുവിനെ സ്തുതിച്ച് അള്ളാഹുവിനെ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞ് ഞങ്ങൾക്കിതാ നേരം വെളുത്തിരിക്കുന്നു എന്നാണ്. അപ്പോൾ ഒരു സത്യവിശ്വാസി, ഒരു മുഅ്മിനായ മനുഷ്യന് നേരം വെളുത്താ ചൊല്ലേണ്ട പ്രാർത്ഥനയാണ് അസ്ബഹന അലാ ഫിത്രത്തിൽ ഇസ്ലാം വകലിമത്തിൽ ഇഖ്ലാസ് വദീനി നബിയിനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞങ്ങളുടെ നബിയായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദീനിലാണ് ഞങ്ങൾ നേരം വെളുത്തത് എന്നാണ്. മക്കളെ, സഹോദരന്മാരെ, ചെറുപ്പക്കാരെ, രക്ഷിതാക്കളെ, നമ്മൾ രാവിലെ നേരം വെളുക്കേണ്ടത്, രാത്രി കിടന്നുറങ്ങിയത് അള്ളാഹിന്റെ ദീനിലാണ് നമ്മൾ കിടന്നുറങ്ങിയത്, റസൂലുള്ളാഹിന്റെ മില്ലത്തിലാണ് നമ്മൾ കിടന്നുറങ്ങിയത്. നമുക്ക് നേരം വെളുത്തതും അലാ മില്ലത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിന്റെ ദീൻ അനുസരിച്ചാണ് ഞാൻ ഉറങ്ങിയത്, എനിക്ക് നേരം വെളുത്തു. വസുന്നത്തി നബിയിന മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിന്റെ സുന്നത്തിലാണ് എനിക്ക് നേരം വെളുത്തത് എന്നാണ്. കള്ളുടിച്ച് കിടന്നുറങ്ങി എഴുന്നേറ്റതല്ല, ചെവിയിൽ പാട്ട് കേട്ട് രാവിലെ ആ പാട്ടുമായിട്ട് എഴുന്നേറ്റതല്ല. കൃത്യമായ സമയത്ത് അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് റസൂലുള്ളാഹിന്റെ മില്ലത്ത് എന്തായിരുന്നു, സുന്നത്ത് എന്തായിരുന്നു, അങ്ങനെയാണ് ഞങ്ങൾക്ക് നേരം വെളുത്തത്. വമില്ലത്തി അബീന ഇബ്രാഹീമ ഹനീഫൻ മുസ്ലിമൻ വമാ കാന മിനൽ മുശ്രിക്കീൻ. ഉണ്ടോ? നമ്മൾ ഓരോ വിശ്വാസിയോടും നേരം വെളുത്ത് ചൊല്ലാൻ പറഞ്ഞ പ്രാർത്ഥനയിൽ വമില്ലത്തി അബീന ഇബ്രാഹീമ ഹനീഫൻ മുസ്ലിമൻ വമാ കാന മിനൽ മുശ്രിക്കീൻ. മുഹമ്മദ് നബിന്റെ സുന്നത്തനുസരിച്ചാണ് നേരം വെളുത്തത്. ഇബ്രാഹിം, ഞങ്ങളുടെ പൂർവ്വ പിതാവായ, ഞങ്ങളുടെ ഉപ്പയായ ഇബ്രാഹിം നബിയുടെ മില്ലത്തനുസരിച്ചാണ് ഞങ്ങളുടെ ജീവിതം ഇന്ന് തുടങ്ങുന്നത്, ഞങ്ങൾക്ക് നേരം വെളുത്തതെന്നാണ്. അപ്പൊ എല്ലാ ദിവസവും ഇബ്രാഹിം നബിനെ ഒരു മനുഷ്യൻ രാവിലെ തന്നെ ഓർക്കുന്നു. എല്ലാ ദിവസത്തെ അത്തഹിയാത്തിലും, ഓരോ നമസ്കാരത്തിൽ അത്തഹിയാത്തിലും അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വ അലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വ അലാ ആലി ഇബ്രാഹിം. ഇബ്രാഹിം നബിക്കും ഇബ്രാഹിം നബിന്റെ കുടുംബത്തിനെയും നമ്മൾ ഓർക്കുന്നു.
ആ പ്രവാചകന്റെ പേര് നമ്മൾ ഓരോ നമസ്കാരത്തിലെ അത്തഹിയാത്തിലും നമ്മൾ ഓർക്കുന്നു, ഓരോ സ്വലാത്തിലും നമ്മൾ ഓർക്കുന്നു. നമ്മൾ എന്ത് സ്വലാത്ത് ചൊല്ലുമ്പോഴും ഇബ്രാഹിം നബിയുടെ പേര് ചൊല്ലുന്നു നമ്മൾ. ഇപ്പം ഇബ്രാഹിം നബിയുമായി നമുക്ക് വളരെയധികം ബന്ധമുണ്ടെന്നും ആ ഇബ്രാഹിം നബിയുടെ മില്ലത്താണ് നമ്മൾ പിൻപറ്റേണ്ടതെന്നും നമ്മെ പഠിപ്പിക്കുന്നതാണ് യഥാർത്ഥത്തിൽ ഈ ദുൽഹജ്ജിന്റെ ആദ്യത്തെ 10 ദിവസങ്ങൾ. എന്താണ് ഇബ്രാഹിം നബിയുടെ മില്ലത്ത് എന്ന് വിശുദ്ധ ഖുർആന്റെ ഒരു ആയത്തോതി നമുക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ വിശദീകരിച്ചിരുന്നു സൂറത്തുൽ അൻആമിലെ 161-ാമത്തെ ആയത്തിലൂടെ. ഖുൽ, പ്രവാചകരെ നിങ്ങൾ പറയുക, ഇന്നനി ഹദാനി റബ്ബി ഇലാ സിറാത്തിൻ മുസ്തഖീം. ഇന്നനി ഹദാനി റബ്ബി, എൻ്റെ റബ്ബ് എന്നെ വഴി കാണിച്ചിരിക്കുന്നു, ഹിദായത്തിലേക്ക് എത്തിച്ചിരിക്കുന്നു. ഏതാണ് ആ മാർഗം? ഇലാ സിറാത്തിൻ മുസ്തഖീം, മുസ്തഖീമായ വഴിയിൽ, സിറാത്തുൽ മുസ്തഖീമിൽ. ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്ന, അള്ളാഹു അനുഗ്രഹം ചൊരിഞ്ഞ ശുഹദാക്കളുടെ, അമ്പിയാക്കളുടെ, സ്വാലിഹീങ്ങളുടെ, സിദ്ദീഖീങ്ങളുടെ ഒക്കെ അവരൊക്കെ ജീവിച്ച് നടന്നുപോയ അവരിപ്പോഴുള്ള സ്വർഗത്തിലേക്കുള്ള ആ വഴിയാണ് സിറാത്തുൽ മുസ്തഖീം. അതാണ് ഇന്നനി ഹദാനി റബ്ബി ഇലാ സിറാത്തുൽ മുസ്തഖീം. എൻ്റെ റബ്ബ് എന്നെ സിറാത്തുൽ മുസ്തഖീമിൽ ഇതാ എത്തിച്ചിരിക്കുന്നു. ദീനൻ ഖിയമൻ മില്ലത ഇബ്രാഹിം ഹനീഫ. ഏതാണ് ആ സിറാത്തുൽ മുസ്തഖീം? നേരെയുള്ള ചൊവ്വായിട്ടുള്ള ദീനാണ്, വളവില്ലാത്ത ഇബ്രാഹിം നബി ജീവിച്ചു പോയ ആ മില്ലത്ത്. അതിൽ അള്ളാഹു എന്നെ എത്തിച്ചിരിക്കുന്നു. വമാ കാന മിനൽ മുശ്രിക്കീൻ, ആ പ്രവാചകൻ മുശ്രിക്കീങ്ങളിൽപ്പെട്ട ആളായിരുന്നില്ല. അപ്പൊ ഇബ്രാഹിം നബി ജീവിച്ചു പോയ സിറാത്തുൽ മുസ്തഖീം, ആ സിറാത്തുൽ മുസ്തഖീമിലാണ് നമ്മൾ വഴി നടത്താൻ വേണ്ടിയും അതിലേക്ക് എത്താൻ വേണ്ടിയുമാണ് നമ്മൾ ഓരോ ഫാത്തിഹയിലും നമ്മൾ അള്ളാഹിനോട് ദുആ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അംബിയാ മുർസലീങ്ങളിലുള്ള വിശ്വാസം ഈമാൻ കാര്യത്തിൽ ഒരു വിശ്വാസമാണ്. അപ്പൊ നമ്മൾ ഈമാൻ കാര്യം 6 എണ്ണി പറയുമ്പോൾ അംബിയാ മുർസലീങ്ങളിൽ ഞാൻ പ്രവാചകന്മാരിൽ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇബ്രാഹിം നബി എന്ന പ്രവാചകനും ഞാനും തമ്മിൽ ഇത്രമാത്രം ബന്ധമുണ്ട്. ആ സിറാത്തുൽ മുസ്തഖീമാണ് മില്ലത്ത് ഇബ്രാഹിം എന്ന് പറയുന്നത്. ആ സിറാത്തുൽ മുസ്തഖീമിൽ വഴി നടക്കുവാനും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പോയ സ്വർഗത്തിലേക്ക് വഴി നടക്കുവാനും ആ സ്വർഗത്തിലേക്ക് എത്തുവാനും അള്ളാഹു നമുക്ക് ഓരോരുത്തർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ വല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ് അയ്യുഹന്നാസ് ഊസിക്കും സാനിയം ബിത്തഖ്വല്ലാഹ്. സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ, സഹോദരിമാരെ, അള്ളാഹുവിനെ ഓർത്ത് തഖ്വയോടുകൂടി ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ദുൽഹജ്ജ് ആദ്യത്തെ 10 ദിവസങ്ങൾ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറെ ഫളായിലുകൾ കൽപ്പിച്ച, ഏറെ ശ്രേഷ്ഠതകൾ പറഞ്ഞു തന്ന 10 ദിനങ്ങളാണ്. ഹാജിമാർക്ക് മാത്രമുള്ളതല്ല ദുൽഹജ്ജ് 10 ദിവസം. ഹാജിമാർക്ക് ദുൽഹജ്ജ് 8 മുതൽ 13 വരെ അവർക്ക് പ്രധാനപ്പെട്ട കർമ്മങ്ങളാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്ക് ദുൽഹജ്ജ് 9 ഒരു നോമ്പും ദുൽഹജ്ജ് 10 ഒരു പെരുന്നാളും ബലിയർക്കലും മാത്രമാണ് എന്ന് നമ്മൾ ധരിച്ചു പോകരുത്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ സ്വഹാബാക്കളോട് ദുൽഹജ്ജ് മാസപ്പിറവി കണ്ടത് മുതൽ 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങളിൽ എന്തെല്ലാം തരത്തിലുള്ള അമലുകൾ ചെയ്യാൻ പറ്റുമോ, പുണ്യകരമായ കർമ്മങ്ങൾ ചെയ്യാൻ പറ്റുമോ, അതെല്ലാം പരമാവധി വർദ്ധിപ്പിക്കുകയും പരമാവധി അധികരിപ്പിക്കുകയും എന്നിട്ട് അതിൻ്റെ പ്രത്യേകതകൾ, അതിൻ്റെ ഫളായിലുകൾ പറഞ്ഞ് പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ദുൽഹജ്ജ് മാസത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. മറ്റ് ദിവസങ്ങളെക്കാൾ കൂടുതൽ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നതിൽ, ദിക്റുകൾ വർദ്ധിപ്പിക്കുന്നതിൽ, സുന്നത്തുകൾ എടുക്കുന്നതിൽ, സുന്നത്ത് നോമ്പനുഷ്ഠിക്കുന്നതിൽ, അങ്ങനെ തുടങ്ങി എന്തെല്ലാം സൽക്കർമ്മങ്ങൾ, ഏതെല്ലാം സ്വാലിഹായ അമലുകൾ നമുക്ക് ചെയ്തു കൂട്ടാൻ പറ്റുമോ ഇത്തരം കർമ്മങ്ങളിലൊക്കെ തന്നെ നമ്മൾ വ്യാപൃതരാകേണ്ട ഒരു സമയമാണ് യഥാർത്ഥത്തിൽ ഈ സമയം. റമദാൻ മാസത്തിൽ മാത്രം ഷോപ്പിൽ പോയി തിക്കിത്തിരക്കി ഉള്ള അമലുകൾ ബാത്തിലാക്കരുത് എന്നല്ല നമുക്ക് പറയാനുള്ളത്. ദുൽഹജ്ജ് 10 ആദ്യത്തെ 10 ദിവസങ്ങളും നമുക്ക് അമല് ചെയ്യുവാനും സാലിഹായ കർമ്മങ്ങൾ ചെയ്യുവാനുള്ള സമയമാണ്. എല്ലാ ഷോപ്പിംഗ് മാളിലും എല്ലാ സ്ഥലത്തും പോയി തിക്കും തിരക്കും കൂടി പരമാവധി സമയങ്ങൾ നഷ്ടപ്പെടുത്തുന്ന ഒരു സാഹചര്യം യഥാർത്ഥത്തിൽ ഉണ്ടാകരുത്. നമ്മളെ കൂട്ടത്തിൽ മഹാഭൂരിഭാഗം ആൾക്കാരും ഇഹ്റാമിൽ പ്രവേശിച്ചവരാണ്. ഇഹ്റാമിൽ പ്രവേശിച്ചവരെന്ന് പറഞ്ഞാൽ ഒളുഹിയത്ത് ബലിയറുക്കാൻ വേണ്ടി നിയ്യത്ത് വെച്ച ആൾക്കാർ, നിശ്ചയിച്ച ആൾക്കാർ യഥാർത്ഥത്തിൽ മുഹ്രിമീ
മുഹരിമീങ്ങളാണ്. മുഹരിമീങ്ങൾ എന്ന് പറഞ്ഞാൽ ഇഹ്റാമിൽ പ്രവേശിച്ച ആൾക്കാർ. ഉംറക്ക് പോകുമ്പോഴും ഹജ്ജിന് പോകുമ്പോഴും മാത്രമല്ല ഇഹ്റാമിൽ പ്രവേശിക്കുക. ബലിയറുക്കാൻ ഉളിയത്തറുക്കാൻ വേണ്ടി തീരുമാനിച്ച ആൾക്കാർ ദുൽഹജ്ജ് 1 മുതൽ മുഹരിമീങ്ങളാണ്, ഇഹ്റാമിൽ പ്രവേശിച്ച ആൾക്കാരാണ്. നമ്മൾ നഖം മുറിക്കാൻ പാടില്ല, രോമങ്ങൾ വടിച്ചു കളയാൻ പാടില്ല, മുടി മുറിക്കാൻ പാടില്ല, അങ്ങനെ കുറേ പാടില്ലാത്ത ഹലാലായ അനുവദിച്ച കാര്യങ്ങൾ പാടില്ല. അതുകൊണ്ടാണ് ഇഹ്റാം എന്ന് പറഞ്ഞാൽ, തക്ബീറത്തുൽ ഇഹ്റാം എന്ന് പറഞ്ഞാൽ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് കൈകെട്ടിക്കഴിഞ്ഞാൽ അതുവരെ പാടുള്ളത് ഭക്ഷണം കഴിക്കാം, വെള്ളം കുടിക്കാം, സംസാരിക്കാം, സലാം പറഞ്ഞാൽ മടക്കാം, ഇങ്ങനെ പലതും ചെയ്യാം. അതൊന്നും തക്ബീറത്തുൽ ഇഹ്റാം, ഒരാൾ ഇഹ്റാമിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ അതൊന്നും പാടില്ല. അതേപോലെ ഇഹ്റാമിലേക്ക് പ്രവേശിച്ച ആൾക്കാർ ഈ കൂട്ടത്തിൽ കുറേ ആൾക്കാരുണ്ട്. അതൊക്കെ അന്ന് ആലോചിച്ചാൽ മതിയല്ലോ. പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞ് ബലിയറക്കാൻ ഒളിയത്തറക്കാൻ പോകുമ്പോൾ ആലോചിച്ചാൽ പോരെ എന്ന് പോരാ. നമ്മൾ ഓരോരുത്തരും ബലിയറുക്കാൻ വേണ്ടി നിശ്ചയിച്ച ആൾക്കാർ ഓരോരുത്തരും ഇഹ്റാമിലാണെന്നുള്ള ബോധവും, നമുക്ക് ചെയ്യാൻ പാടില്ലാത്ത കുറേ കാര്യങ്ങളുണ്ട്, അതേപോലെ തന്നെ കൂടുതലായി ചെയ്യേണ്ട കുറേ സൽക്കർമ്മങ്ങൾ, കുറേ അമലുകൾ നമ്മൾ നിർവഹിക്കേണ്ടതുണ്ട്. നമ്മൾ നിരന്തരമായി പ്രാർത്ഥിക്കേണ്ടതുണ്ട്. നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മുടെ നാട്ടിൽ നിന്ന് പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിന് വേണ്ടി പോയ നമ്മളെ സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ, അയൽപ്രദേശത്ത് നിന്നുള്ള ആൾക്കാർ, ജനലക്ഷങ്ങളായ ആൾക്കാർ അള്ളാഹുവിൻ്റെ ളുയൂഫുർ റഹ്മാനായി, അള്ളാഹുവിൻ്റെ വിളിക്ക് ഉത്തരം നൽകിക്കൊണ്ട് അതിഥികളായി ആ പരിശുദ്ധമായ പുണ്യഭൂമിയിൽ കാലുകുത്താൻ അവർക്ക് ഭാഗ്യം ലഭിച്ചിരിക്കുകയാണ്. വല്ലാത്തൊരു ഭാഗ്യമാണത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കിടന്നുറങ്ങിയ മണ്ണിൽ അവർ കിടന്നുറങ്ങുകയാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം നടന്നുപോയ മണ്ണിലൂടെ അവരിങ്ങനെ നടന്നു പോവുകയാണ്. ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമെ കിടത്തിയുറക്കിയ ആ മണ്ണിലാണ് അവർ കിടന്നിറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇതൊരു മനുഷ്യന്റെ ജീവിതത്തിൽ കിട്ടുന്ന വലിയ ഒരു അനുഗ്രഹവും വല്ലാത്തൊരു അനുഭൂതിയും വല്ലാത്തൊരു സൗഭാഗ്യവുമാണ്. അത്രമാത്രം അനുഗ്രഹം ലഭിച്ച, അത്രമാത്രം തൗഫീഖ് ലഭിച്ച ജനലക്ഷങ്ങളായ ആൾക്കാരാണ് ആ പുണ്യഭൂമിയിൽ എത്തിയിട്ടുള്ളത്. അവർക്ക് വേണ്ടി നമ്മൾ ദുആ ചെയ്യേണ്ടതുണ്ട്. ആ പുണ്യഭൂമിയിലേക്ക് കാലുകുത്താനും അവിടെ ഒന്ന് കൺകുളിർക്കെ കാണാനും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഒരു ഹജ്ജ് നിർവഹിക്കുവാനും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന, തേടിക്കൊണ്ടിരിക്കുന്ന എത്രയോ മനുഷ്യന്മാർ നമ്മളെ കൂട്ടത്തിലുണ്ട്. നമ്മൾ അങ്ങനെ നിരന്തരമായി പ്രാർത്ഥിക്കുക. അള്ളാഹു അവർക്കൊക്കെ അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രാർത്ഥനകൾ അധികരിപ്പിക്കുകയും പ്രാർത്ഥനകളിലൂടെ പോവുകയും ചെയ്യേണ്ട പ്രത്യേകമായ ദിനരാത്രങ്ങളിലാണ് നമ്മളുള്ളത് എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയും, അള്ളാഹു ഈ വിശുദ്ധമായ ദുൽഹജ്ജ് മാസത്തിൽ അള്ളാഹു നിശ്ചയിച്ച എല്ലാ സൽക്കർമ്മങ്ങളും പരമാവധി നിർവഹിക്കുവാനും ഹജ്ജ് പരമാവധി സന്തോഷത്തോടുകൂടി യാതൊരു പ്രയാസവുമില്ലാതെ നിർവഹിക്കുവാൻ നമ്മളെ സഹോദരങ്ങൾക്കും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവെ, ഞങ്ങളിൽ നിന്നും സംഭവിച്ചു പോയ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ നീ ഞങ്ങൾക്ക് പുറത്ത് മാപ്പാക്കി തരണമേ റഹ്മാനെ. അള്ളാഹുവേ, മില്ലത്ത് ഇബ്രാഹിം, ആ മഹാനായ പ്രവാചകൻ വരച്ചു കാണിച്ചു കൊടുത്ത യഥാർത്ഥ സിറാത്തുൽ മുസ്തഖീമിൽ അടിയുറച്ച് നിൽക്കുകയും ആ സിറാത്തുൽ മുസ്തഖീമിലൂടെ ജീവിക്കുകയും മരണപ്പെടുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് ഈമാനോടുകൂടി മരണപ്പെടുകയും ചെയ്യുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ നീ ഞങ്ങളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവേ, ഈമാനോടുകൂടി ജീവിക്കുകയും ഈമാൻ നിലനിർത്തുകയും ഖുശൂഓടുകൂടി ഭയഭക്തിയോടുകൂടി ജീവിക്കുന്ന മുത്തഖീങ്ങളായി മുഅ്മിനീങ്ങളായി നീ ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്യണമേ റഹ്മാനെ. അള്ളാഹുവെ, മരിച്ചുപോയ ഞങ്ങളുടെ സഹോദരങ്ങൾ, മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ അവരെല്ലാവരെയും നിന്റെ സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനം നൽകി നീ അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവെ, സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനം നൽകി നീ അനുഗ്രഹിച്ച അമ്പിയാക്കളുടെ, ശുഹദാക്കളുടെ, സിദ്ദീഖീങ്ങളുടെ, സ്വാലിഹീങ്ങളുടെ കൂടെ സ്വർഗത്തിൽ കഴിഞ്ഞുകൊടുവാനുള്ള തൗഫീഖ് നീ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങളുടെ കൂട്ടത്തിൽ രോഗികളായി പ്രയാസപ്പെടുന്ന എത്രയോ സഹോദരങ്ങൾ, ആശുപത്രികളിലും വീടുകളിലും കഴിഞ്ഞുകൂടുന്ന എത്രയോ രോഗികളായ ആൾക്കാർ, അള്ളാഹുവെ, നീ ഷാഫിയാണ് റഹ്മാനെ. ഏത് രോഗവും നിമിഷ നേരങ്ങൾ കൊണ്ട് മാറ്റാൻ കഴിവുള്ള യാ ഷാഫിയൽ അംറാൽ, ഞങ്ങളുടെ സഹോദരങ്ങളുടെ രോഗങ്ങൾ നീ ശിഫ നൽകി അവർക്ക് നീ ആഫിയത്ത് നൽകണമേ റഹ്മാനെ. അള്ളാഹുവെ, ജനലക്ഷങ്ങൾ നിന്റെ അതിഥികളായി ആ പുണ്യഭൂമിയിൽ എത്തി നിൽക്കുന്ന ഞങ്ങളുടെ നാട്ടിൽ നിന്നും ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്നും പോയിരിക്കുന്ന സഹോദരങ്ങൾ, അള്ളാഹുവെ, ആരോഗ്യത്തോടുകൂടി ആഫിയത്തോടുകൂടി മഖ്ബൂലും മബ്രൂറുമായ ഹജ്ജ് നിർവഹിക്കുവാൻ നീ അവർക്ക് ആരോഗ്യവും ആഫിയത്തും തൗഫീഖും നൽകി നീ അവരെ അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങളുടെ കൂട്ടത്തിൽ പലതരത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ, സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്നവർ, കുടുംബപരമായ പലതരത്തിലുള്ള വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ അനുഭവിച്ച് ജീവിക്കുന്ന എത്രയോ സഹോദരങ്ങൾ, അള്ളാഹുവെ, അവരുടെയൊക്കെ പ്രയാസങ്ങളും വിഷമങ്ങളും ദൂരീകരിച്ചു കൊടുക്കുകയും സമാധാനപൂർണമായ സന്തോഷകരമായൊരു ജീവിതം നീ ഞങ്ങൾക്കും അവർക്കും പ്രദാനം ചെയ്യുകയും ചെയ്യണമേ റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങളുടെ മക്കളെ
സ്വാലിഹീങ്ങളായ സന്താനങ്ങളാക്കി വളർത്തുകയും നാടിനും ദീനിനും മാതാപിതാക്കൾക്കും ഉപകാരം ചെയ്യുന്ന നല്ല മക്കളാക്കി ഞങ്ങളുടെ മക്കളെ നീ വളർത്തുകയും ചെയ്യണമേ റഹ്മാനെ. അല്ലാഹുമ്മ ഫിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. ربنا تقبل منا دعاءنا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين.